അപ്പോൾ ഗൈസ് നമ്മുടെ MCU വരാൻ പോകുന്ന എക്സ്മെൻ മൂവിനെ കുറിച്ച് ഒരു വലിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡിനിടയിൽ ജീൻ ഗ്രേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പിന്നാലെ ഇനി എമ്മ ഫ്രോസ്റ്റിനെയും മാറിൽ കാസ്റ്റ് ചെയ്തു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുമാത്രമല്ല മിസ്റ്റിക്കിനെ കുറിച്ചും പുതിയ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇതൊന്നും മാറൽ സ്റ്റുഡിയോസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഹോളിവുഡിലെ ഏറ്റവും വിശ്വസനീയമായ ട്രേഡ് പബ്ലിക്കേഷനിലൊന്നായ ഡെഡ്ലൈൻ വഴിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് ഇത്രയും ഹൈപ്പ് കിട്ടിയിരിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡിയുടെ റിലീസ് ആയതിനു ശേഷം എല്ലാവരുടെയും ശ്രദ്ധ മ്യൂട്ടൻസിലേക്കും എക്സ്മെനിലേക്കും മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഡെഡ്ലൈൻ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് സമാറ വേവിംഗ് ആണ് MCUലെ എമ്മ ഫ്രോസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കെയിൻ ഫൈഗിയും എക്സ്മെൻ സംവിധായകൻ ജെയ്സ് റയറും നിരവധി അഭിനേതാക്കളെ ഓഡിഷൻ ചെയ്തതിനു ശേഷമാണ് സമാറ വേവിങ്ങിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാറിൽ ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ഡെഡ്ലൈൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആരാധകർ ഇതിനെ ഒരു ട്രസ്റ്റബിൾ അപ്ഡേറ്റ് ആയിട്ടാണ് കാണുന്നത്. എമ്മ ഫ്രോസ്റ്റ് ആരാണെന്ന് നോക്കിയാൽ എക്സ്മെൻ കോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂട്ടൻസിൽ ഒരാളാണ്. ടെലിപത്തിക് പവർ ഉള്ള ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ്. പക്ഷേ അതുമാത്രമല്ല, അവളുടെ ശരീരം മുഴുവൻ ഓർഗാനിക് ഡയമണ്ട് രൂപത്തിലേക്ക് മാറ്റാനും കഴിയും. അതുകൊണ്ട് ഫിസിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനും ടെലിപതി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും കൺട്രോൾ ചെയ്യാനും എമ്മ ഫ്രോസ്റ്റിന് കഴിയും. ആദ്യം ഒരു വില്ലിയായിട്ടാണ് കോമിക്സിൽ വന്നത്. പക്ഷേ പിന്നീട് എക്സ്മെൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പറിൽ ഒരാളായി മാറുകയും ചെയ്തു. പ്രൊഫസർ എക്സിന്റെ അലയാവുകയും ചെയ്തിട്ടുണ്ട്. സമാറ വേവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെഡി ഓർ നോട്ട്, ഗൺസ് അക്കിംബോ പോലുള്ള സിനിമകളിലൂടെ ഓൾറെഡി തന്റെ ആക്ടിംഗ് തെളിയിച്ചിട്ടുള്ള നടിയാണ്. കോമിക്സ് വെർഷനിലെ എമ്മ ഫ്രോസ്റ്റിന്റെ ലുക്കും സമാറ വേവിങ്ങിന്റെ ലുക്കും നല്ല സാമ്യമുണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാസ്റ്റിംഗ് റിപ്പോർട്ടിന് ആരാധകരുടെ ഇടയിൽ നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്കാം. എമ്മ ഫ്രോസ്റ്റിന്റെ കാസ്റ്റിംഗിനൊപ്പം വേറെ ചില കാസ്റ്റിംഗ് റൂമറുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കേലി സ്പൈനി റോഗായിട്ട് എത്തുമെന്നാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. ഇതുവരെ മാർവൽ കൺഫേം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബീസ്റ്റ് ആയിട്ട് ചാൾസ് മെൽട്ടന്റെയും പേര് റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇവ രണ്ടും ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി മിസ്റ്റിക്കിന്റെ കാര്യത്തിലേക്ക് വരാം. മിസ്റ്റിക് കാസ്റ്റിംഗ് ഇതുവരെ ഫൈനൽ ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ നടി ഇന്ത്യൻ അവരറ്റെ അടുത്തിടെ എക്സ്മെൻ സംവിധായകൻ ജെയ്സ് റയറിനെ കണ്ടതായും MCUൽ മിസ്റ്റിക്കിനെ ചെയ്യാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതും കാസ്റ്റിംഗ് കൺഫർമേഷൻ ആയിട്ടില്ല. അതായത് എമ്മ ഫ്രോസ്റ്റിന്റെ റിപ്പോർട്ടുകൾ ശക്തമാണെങ്കിലും മിസ്റ്റിക്കിന്റെ കാര്യത്തിൽ മാറൽ ഇപ്പോഴും ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ലെന്നാണ് പല വിവരങ്ങളും പുറത്തു വരുന്നത്. ഇനി ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സ്പൈഡർമാൻ ബ്രാൻഡിനിടയിൽ ജീൻ ഗ്രേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം മാറൽ പതിയെ സ്വന്തം എക്സ്മെൻ ടീമിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ജീൻ ഗ്രേ, എമ്മ ഫ്രോസ്റ്റ്, റോഗ്, ബീസ്റ്റ്, മിസ്റ്റിക് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് വാർത്തകൾ തുടർച്ചയായി വന്നത് നോക്കുമ്പോൾ സീക്രട്ട് വാർസിന് ശേഷം MCUന്റെ പ്രധാന ഫോക്കസ് എക്സ്മെൻ തന്നെയായിരിക്കുമെന്ന കാര്യം ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്.